എനിക്ക് ഏറ്റവും ഇഷ്ടം കഥ എഴുതുന്നതാണ്. എന്ന് വെച്ചാൽ മനസ്സിലാക്കിയെടുത്തോളം കഥയാണ് ഏറ്റവും പ്രാചീനമായ സാഹിത്യരൂപം. അത് ലോകത്തെവിടെയും ഭാഷ ഉണ്ടായി വന്ന കാലം മുതൽ എവിടെയും ഏത് സാഹചര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ വായിക്കുന്ന കഥയ്ക്ക് പറയുന്ന കഥ വേറെയാണ്, വായിക്കുന്ന കഥ വേറെയാണ്, അഥവാ എഴുതുന്ന കഥ വേറെയാണ്. അപ്പോൾ ഈ എഴുതുന്ന അല്ലെങ്കിൽ വായിക്കുന്ന കഥ എന്ന് രൂപപ്പെടുത്തുക എന്നുള്ളത് അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ രൂപഘടന, അതിനുപയോഗിക്കുന്ന ആഖ്യാന ശൈലി, അതിൽ വരുന്ന കഥാപാത്രങ്ങൾ, അപ്പോൾ അത് അങ്ങേയറ്റം നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഓരോ പ്രമേയത്തിനും വഴങ്ങുന്ന രീതിയിലുള്ള ഒരു ആഖ്യാന സമ്പ്രദായം കണ്ടെത്തുക, അതിനാവശ്യമായ ഒരു ഭാഷ കണ്ടെത്തുക, അതെല്ലാം വളരെ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും ഒറ്റവാക്കിൽ പറഞ്ഞാൽ വഴങ്ങി തരാത്ത ഒരു മാധ്യമമാണ് ചെറുകഥയുടേത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടം എനിക്ക് കഥ എഴുതുന്നതിലാണ്. എഴുത്തിൻ്റെ അല്ലെങ്കിൽ എഴുത്ത്, സാഹിത്യം, വായന, പുസ്തകങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു ലോകത്തേക്കുള്ളൊരു വരവ് പിന്നെ വളരെ യാദൃച്ഛികമെന്ന് പറഞ്ഞുകൂടാ. അത് എൻ്റെ അത്രയും സാഹചര്യങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പുസ്തകങ്ങളായിട്ട്, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പിന്തുണയായിട്ടൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന പ്രസിദ്ധീകരണങ്ങളിലേക്ക് പിന്നെ നമുക്ക് കടന്നു കയറാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കത്തെഴുത്ത്. അത് 2-3 കാര്യങ്ങളിലാണ്. ഒന്ന്, വളരെ ചെറുപ്പം മുതൽ തന്നെ കത്തുകൾ എഴുതണമെന്നും പിന്നെ കത്തുകൾ എഴുതുന്നതിലൂടെ സുഹൃത്തുക്കളെ സമ്പാദിക്കണമെന്നുമുള്ള ഒരാശയം എങ്ങനെയോ വന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് പല പ്രസിദ്ധീകരണങ്ങളിലേക്കും കത്തയക്കും, കത്തുകൾ പ്രസിദ്ധീകരിച്ച് വരും. പിന്നെ മാത്രമല്ല വേറൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നത്, അന്ന് ഈ പത്രാധിപന്മാർക്ക് കത്തയക്കുന്നതിലൂടെ ഇവരുമായിട്ടൊരു സമ്പർക്കം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, അതൊരു നല്ലൊരു കാര്യമായിരുന്നു. എഴുത്ത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു അഭിലാഷമാണ്. അത് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒന്നുകിൽ മനസ്സിലായിരിക്കും എഴുതുന്നുണ്ടാവുക, അല്ലെങ്കിൽ കടലാസിലായിരിക്കും. കഥ പലപ്പോഴും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു സന്ദർഭത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാത്രമോ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രമേയമായിരിക്കും കഥയ്ക്ക് നമ്മൾ സ്വീകരിക്കുന്നുണ്ടാവുക. നോവലെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം പോലെയാണ്. അതൊരു വളരെ വലിയ ഒരു കാലത്തെ അതാവശ്യപ്പെടുന്നത്. അപ്പോൾ നോവൽ എഴുതുക എന്നുള്ളത് തന്നെ അത്രയും വലിയ ഒരു കാലത്തെയും കഥാപാത്രങ്ങളെയും അതിലെ സംഘർഷങ്ങളെയും എല്ലാം കൈയടക്കത്തോടു കൂടി അവതരിപ്പിക്കാനുള്ള ഒരു മിടുക്ക് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോവൽ എഴുതി വിജയിക്കുക എന്ന് പറയുന്നത്, ഞാൻ വാണിജ്യ വിജയമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു നല്ല നോവൽ എഴുതി വായനക്കാരനെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. കഥയെഴുത്തിലേക്ക് വന്ന കാലം മുതൽ തന്നെ നോവൽ ചെയ്യാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ കണ്ടെത്തിയ പ്രമേയങ്ങളൊന്നും അല്ല എൻ്റെ ആദ്യത്തെ നോവലായിട്ട് പുറത്ത് വന്നതെങ്കിൽ പോലും. അപ്പോൾ ഇപ്പോഴും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്, ഞാൻ നോവൽ എഴുതാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻ്റെ നോവലിന് ശില്പഘടനയില്ലെന്നോ അല്ലെങ്കിൽ അത് വേണ്ടത്ര മുറുക്കമില്ലെന്നോ ഉള്ള വിമർശനങ്ങളെ ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് ആണ് സ്വീകരിക്കുന്നത്. കാരണം എൻ്റെ നല്ല നോവൽ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ആദ്യം എഴുതുന്ന നോവലാണ് ഡി. അത് 2004 എഴുതുന്ന സമയത്ത് എൻ്റെ മുൻപിൽ 2 വെല്ലുവിളികളുണ്ടായിരുന്നു. ഒന്ന്, ഞാനൊരു നോവൽ എഴുതിയാൽ ആരെങ്കിലും ശ്രദ്ധിക്കുമോ, എൻ്റെ നോവൽ ആരെങ്കിലും വായിക്കുമോ. അതിനു മുൻപ് എൻ്റെ കഥകൾ വളരെ കുറച്ച് കഥകൾ, ഏതാണ്ട് 3-4 കഥകൾ മാത്രമേ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു എഴുത്തുകാരനുള്ള ഒരു മേൽവിലാസം പോയിട്ട് അങ്ങനെ ഒരു ആലോചന പോലും എന്നെക്കുറിച്ച് ആർക്കും തന്നെ ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ആദ്യത്തെ നോവൽ എന്നുള്ളത് എൻ്റെ വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2 കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു ആദ്യത്തെ നോവൽ എഴുതുന്നതിന് മുമ്പ്. ഒന്ന്, മലയാള നോവലിനെ 2ആക്കി നിർത്തിയിട്ടുള്ള ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ഒ.വി. വിജയൻ്റെ നോവലിനെ ഭയപ്പെടാതിരിക്കുക, അതിനെ സ്വാധീനിക്കാതിരിക്കുക. 2, എൻ്റെ വായനയെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു കൃതിയാണ് ഹുവാൻ റൂൾഫോയുടെ പെട്രോ പരാമോ. ഇപ്പോൾ പെട്രോ പരാമോ എന്ന നോവലിനെ എനിക്ക് ഭാവുകത്വപരമായിട്ട് ആശയപരമായിട്ട് മറികടക്കാൻ സാധിക്കുമോ. അപ്പോൾ ഇങ്ങനെ ഒരു 2 തരത്തിലുള്ള ആലോചനയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നോവൽ എഴുതാൻ ആഗ്രഹിക്കുന്നതും അതിനായിട്ട് ജോലി തുടങ്ങുന്നു. അന്ന് വന്ന അടുത്ത ഘട്ടമാണ്, എൻ്റെ നോവൽ ആരെങ്കിലും വായിക്കണമെങ്കിൽ ഞാൻ നോവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നോവലിന് പ്രത്യേകതകളുണ്ടാവണം. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഒരു എഴുത്തുകാരൻ തൻ്റെ ആദ്യ നോവലിന് സ്വീകരിക്കാനിടയുള്ള പ്രമേയങ്ങളൊന്നും തന്നെ എൻ്റെ നോവലിന് വേണ്ട എന്ന് തീരുമാനിക്കും. ഡി എന്ന് പറയുന്ന വരാനിരിക്കുന്ന ഒരു കാലത്തിൻ്റെ ഒരുപക്ഷെ ഈ പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ ആയിട്ട് ബന്ധമുള്ള കാര്യം തന്നെയാണത്. വരാനിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ളൊരു പ്രമേയമായിട്ട് ഇത് വരികയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ അതിന് ഡി എന്ന തലക്കെട്ടിന് കൊടുക്കുന്നത്. ആ തലക്കെട്ട് കൊടുക്കുമ്പോൾ ഉദ്ദേശിച്ചിരുന്ന കാര്യം എൻ്റെ കണക്കൂട്ടൽ സത്യമായിട്ട് വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചാരിതാർത്ഥ്യം. അതായത് ആ പേര് തന്നെയാണ് ആ നോവലിനെ ആദ്യം ശ്രദ്ധേയമാക്കിയത്. രണ്ടാമത് അത് വായിച്ച ആളുകൾക്ക് അതിൻ്റെ പ്രമേയവും.
പിന്നെ 9 എന്ന നോവൽ എഴുതുന്ന സമയത്ത് അങ്ങനെ ഒരു പേരിടാൻ കാര്യം എന്താണ്? 9 പറയുന്നുണ്ട്, കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. തനിച്ച് നിൽക്കുന്ന അക്ഷരങ്ങളിൽ തനിച്ച് നിൽക്കുന്ന അക്കങ്ങളിൽ അവസാനത്തേതാണ് 9. 1 മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 9 എന്ന് പറയുന്ന അക്കമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന അക്കങ്ങളിൽ ഏറ്റവും അവസാനത്തേത്. അതുകൊണ്ടാണ് ആ നോവലിന് ഞാൻ 9 എന്ന് പേരിട്ടത്. കാരണം അതിലെ കഥാപാത്രം തനിച്ചായി പോകുന്ന ഒരാളാണ്. പിന്നെ മാത്രമല്ല, എൻ്റെ മിക്കവാറും നോവലുകളിലും കഥകളിലുമൊക്കെ ഈ ഒറ്റയ്ക്കായി പോകുന്ന ആളുകളുടെ ഒരവസ്ഥ വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊരു ആത്മവിശകലനമായിട്ട് നടത്തുക. ഞാൻ തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഏകാന്തതയിൽ ജീവിക്കുന്ന, എല്ലാവരാലും തഴയപ്പെട്ട, ഒറ്റപ്പെടുത്തപ്പെട്ട കഥാപാത്രങ്ങൾ എൻ്റെ നോവലുകളിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ കഥകളിൽ അത് കുറവായിരിക്കാം. പക്ഷേ കഥകളിലേക്കാൾ കൂടുതലായിട്ട് നോവലുകളിൽ വരുന്നുണ്ടെങ്കിലും കഥകളിലും അതില്ലാതില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയുടെയൊക്കെ ഒരു എൻ്റെ ഉള്ളിൽ കിടക്കുന്ന, ഞാൻ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുള്ളതാവാം ഇതെല്ലാം. അതായത് ഈ ഒരു ചെറിയ ലോകം, എൻ്റേതൊരു വളരെ ചെറിയ ലോകമാണ്. ഇപ്പോൾ ഡി എന്ന് പറയുന്ന പേര്, അല്ല 9 എന്ന് പറയുന്ന പേര് ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ അതായിരിക്കാം. എൻ്റെ ഏറ്റവും ചെറിയൊരു സ്പേസിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വലിയ തരത്തിൽ ഒരു വിശാലമായ സൗഹൃദ വലയങ്ങളോ വിശാലമായ തരത്തിലുള്ള യാത്രകളോ, ഇപ്പോൾ വിദേശത്തൊക്കെ പോകാൻ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ ഇന്നുവരെയും വിനിയോഗിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ എന്നോട് വിളിക്കുന്ന ആളുകൾ പലരും അത്ഭുതത്തോടു കൂടി പറയും, എന്താണ് നിങ്ങൾ മാത്രം ഇവിടെ ഞങ്ങൾ ആരെങ്കിലും വിളിക്കുന്നത് നോക്കിയിരിക്കുന്നവരാണ് മറ്റുള്ളവർ, നിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ വരാത്തത്? എനിക്ക് പക്ഷേ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഇന്ത്യക്ക് വെളിയിൽ പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യണമെന്ന് തോന്നുന്നത് തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കാണ്. അത് ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവം തരുന്നുണ്ട്. നമ്മുടെ പരിസരത്തുള്ളൊരു സ്ഥലത്ത് നമ്മളൊന്ന് പോയി വരുന്നത്, മറ്റൊരു രാജ്യത്ത് പോയി വരുന്നത് പോലത്തെ ഒരു സന്തോഷം എനിക്ക് തരുന്നുണ്ട്. അവിടെ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. അതുതന്നെ എനിക്ക് ആവിഷ്കരിച്ച് തീർക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ചെറിയ സ്പേസിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. അതുകൊണ്ടൊക്കെയായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടൈറ്റിലുകൾ വന്നത്. പലരും എന്നോട് ചോദിക്കും, എഴുത്തുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതല്ലേ, പിന്നെ മുഴുവൻ സമയം എഴുത്തുകാരനാണല്ലേ? ഇങ്ങനെയൊക്കെയുള്ള രസകരമായ ചോദ്യങ്ങൾ ഓരോ ദിവസവും കേൾക്കേണ്ടി വരുന്ന ഒരാളാണ് ഞാൻ. ഈ മുഴുവൻ സമയം എഴുത്തുകാരൻ എന്നുള്ള ചോദ്യം തന്നെ വാസ്തവത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, എങ്ങനെയാണ് ഒരാൾക്ക് മുഴുവൻ സമയം എഴുത്തുകാരനായിട്ടിരിക്കാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ അതൊന്നും പ്രായോഗികമല്ല. പിന്നെ എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കുക എന്ന് പറയുന്നൊരു കാര്യം, അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ വിപണി സമ്പ്രദായത്തിൽ പുസ്തകം എഴുതി പുസ്തകം വിറ്റ് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം ഒരു എഴുത്തുകാരന് നിലനിന്ന് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതേസമയത്ത് വിദേശത്തെ വലിയ വിപണിയാണ്. പുസ്തകങ്ങൾക്ക് അത്രയധികം പതിപ്പുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു പതിപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നത് പോലെ 1000 കോപ്പിയോ 2000 കോപ്പിയോ അല്ല. അപ്പം അങ്ങനെയെല്ലാമുള്ള വലിയ സാഹചര്യങ്ങൾ പുറത്തുള്ള എഴുത്തുകാരന്, മറ്റു ഭാഷകളിലേക്ക് കൂടി പോകാൻ സാധ്യതയുള്ള എഴുത്തുകാരൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ മലയാളത്തിൽ എഴുതുന്ന ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ എഴുതുന്ന എഴുത്തുകാരെ സംബന്ധിച്ച് പുസ്തക വിൽപ്പനയിലൂടെ ഉള്ളൊരു വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. ഞാനതിനെ ചെയ്യുന്നൊരു കാര്യം, എഴുത്തല്ലാതെയുള്ളൊരു വഴി എനിക്ക്, ഒരു ജോലി എനിക്ക് സാധിക്കില്ല. അപ്പോൾ എഴുത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള മറ്റു വഴികളിലേക്ക് തിരിയുക. ഉദാഹരണത്തിന് മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റുകൾ എഴുതി കൊടുക്കുക. ഇപ്പോൾ എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത് സ്ഥിരമായിട്ട്. അപ്പോൾ എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് അനവധി സ്വകാര്യ ഏജൻസികളുടെ ചെറിയ ചെറിയ ജോലികളൊക്കെ വരും. അത് അവർക്കൊക്കെ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകളൊക്കെ ചെയ്ത് കൊടുക്കുക. അനിമേഷൻ ഫിലിമാവാം, ഡോക്യുമെൻ്ററികളാവാം, ടെലിവിഷൻ പ്രോഗ്രാമുകൾ തന്നെയാവാം, അങ്ങനെ പലതും വരും. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്ത് കൊടുത്തിട്ടാണ് വാസ്തവത്തിൽ ഞാൻ ഈ വരുമാനം ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ വലിയ വരുമാനം കിട്ടുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ സീരിയൽ സ്ക്രിപ്റ്റ് ചെയ്യുക, സിനിമകൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നിലനിൽക്കാൻ സാധിച്ചാൽ വലിയ പ്രതിഫലം നമുക്ക് നേടിത്തരുന്നതാണ്. പക്ഷെ ഞാൻ അതിലേക്കിട്ട് പോകണമില്ല, അതെന്നെ എനിക്ക് സാധിക്കില്ല. സീരിയലിന് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വലിയ വരുമാനം ഉണ്ടാക്കാമെന്നുള്ള പ്രലോഭനത്തെ എല്ലാ കാലത്തും അതിജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എഴുത്തുകാരൻ എന്ന് പറയുന്നത് തന്നെ ആക്ടിവിസ്റ്റാണ്. ഇവിടെ അല്ല എന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നുണയാണ്. അതായത് എഴുത്തുകാരൻ തൻ്റെ രചനകളിലൂടെ ഈ ഏത് കാലത്തും ഇതുവരെയുള്ള ഓരോ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ടിവിസമാണ്. എന്താണ് ആക്ടിവിസം? നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ അനീതികൾക്കെതിരെ, നെറികേടുകൾക്കെതിരെ, അല്ലെങ്കിൽ നിയമനിഷേധങ്ങൾക്കെതിരെ, മനുഷ്യത്വപരമല്ലാത്ത കാര്യങ്ങൾക്കെതിരെയൊക്കെയുള്ള പ്രതികരണമാണ്. ആ പ്രതികരണങ്ങൾ തന്നെയാണ് എല്ലാ കാലത്തും മനുഷ്യനെ എഴുത്തുകാരനാക്കുന്നത്, അല്ലെങ്കിൽ ഒരാളെ കലാകാരനാക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ കലാകാരൻ ആക്ടിവിസ്റ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഒരു വ്യക്തിയും എഴുത്തുകാരനുമാണ് ഞാൻ. അതിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ തന്നെ സാധ്യമല്ല. അപ്പോൾ നമ്മൾ നടത്തുന്ന രചനകളിൽ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ജനം അറിയണം, ചില സത്യങ്ങൾ പറയണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അത് പറയാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കും. വളരെ നിഗൂഢമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, കേട്ടാൽ ഞെട്ടിത്തെറിക്കുന്നതെന്നോ പറയാവുന്ന വിധത്തിലുള്ള
മനുഷ്യബന്ധങ്ങൾക്കിടയിൽ തന്നെയുള്ള വൈചിത്ര്യങ്ങളെ, അത്ഭുതകരമായിട്ടുള്ള മനുഷ്യബന്ധങ്ങളിലെ പരിണാമങ്ങളെ ഒക്കെ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. അത് എഴുത്തിന് ഒരു വലിയൊരു പരിധി വരെ എന്നെ സംബന്ധിച്ചിടത്തോളം മുതൽക്കൂട്ടുമാണ്. പക്ഷേ ആ പ്രമേയങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഒരു പരിധിവരെ വേണമെങ്കിൽ വിവാദത്തോളം എത്താവുന്ന തരത്തിലുള്ള ആ പ്രമേയങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ ഉള്ളിലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരൻ്റെ ഒരു വിജയമായിട്ടാണ്. ലോകത്തെല്ലായിടത്തും കലാകാരൻ എല്ലായ്പ്പോഴും അവൻ്റെ ആവാസ വ്യവസ്ഥയോട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ അല്ലാതാവാൻ ഒരിക്കൽ പോലും ഒരു കലാകാരനും കഴിയില്ല. നമ്മൾ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത്ഭുതപ്പെടുന്ന വിധത്തിൽ മനസ്സിലാക്കുന്ന കാര്യമാണ് അദ്ദേഹവും പ്രകൃതിയുമായിട്ടുണ്ടായിരുന്ന സമ്പർക്കം എന്തായിരുന്നു എന്നുള്ളത്. അത് നമ്മുടെ ഇപ്പോൾ അടുത്തിടെ അന്തരിച്ച റസായ് വട്ടേക്കലിനെ പോലുള്ള കലാകാരന്മാരുമായിട്ട് ഒക്കെ അവരുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ പോകും അറിയുന്നൊരു കാര്യം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വിഷയം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ജീവിക്കുന്ന കാലത്തോടുള്ളൊരു പ്രതിബദ്ധത. അതുതന്നെയാണ് വാസ്തവത്തിൽ ഈ അന്വേഷണമെല്ലാം. അപ്പോൾ പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം മനുഷ്യ സമൂഹത്തിന് ലോകത്തൊരിടത്തും സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് പ്രകൃതി സംരക്ഷണത്തിൻ്റെയും പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചുമുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അതല്ലാതെ ആളുകളെ വെറുതെ വിനോദിപ്പിക്കാനായിട്ട് മാത്രം എനിക്ക് കഥ എഴുതാൻ പറ്റില്ല. എൻ്റെ കഥകളെന്ന് പറയുന്ന ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ആഹ്ലാദിപ്പിക്കാനോ ഉള്ളതല്ല. തീർച്ചയായിട്ടും അത് പ്രകോപിപ്പിക്കാൻ കൂടിയുള്ളതാണ്. പക്ഷേ എൻ്റെ പ്രകോപനം ഒരു മുദ്രാവാക്യം വിളിയായിട്ടല്ല ഞാൻ എഴുത്തിൽ കൊണ്ടുവരുന്നതെന്ന് മാത്രം. ഇപ്പോൾ ഹരിതമോഹനം പോലെയുള്ള ഒരു കഥ വന്നതിന് ശേഷം എനിക്ക് വ്യക്തമായിട്ടും അറിയാം, എനിക്ക് പരിചയമുള്ള ആളുകളിൽ അനവധി പേരെങ്കിലും എന്തുകൊണ്ട് ഈ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ഒരു മുദ്രാവാക്യത്തിനപ്പുറത്തേക്ക് തൻ്റെ തന്നെ ഒരു കടമയും ബാധ്യതയുമായിട്ട് സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം വന്നിട്ടുണ്ട് എൻ്റെ അനവധി പേർക്ക്. കാരണം അവരിൽ പലരും പിന്നീട് വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലുമൊക്കെയോ ഈ മരങ്ങൾ സംരക്ഷിക്കേണ്ടതാണ്, വെക്കേണ്ടതാണെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രവുമല്ല, നമ്മൾ കാണുന്ന പല നഗരങ്ങളിലെ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ബാൽക്കണികളിൽ ചെടികളും അല്ലെങ്കിൽ ചെറിയ പൂമരങ്ങളൊക്കെ വളരുന്നത് കാണുമ്പോൾ അവരിൽ പലരും ആഹ്ലാദത്തോട് കൂടിയിട്ട് വിളിച്ചിട്ട് ഞാൻ ഇന്നിവിടെ ഒരു ഹരിതമോഹനം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഈ കഥയ്ക്ക് ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇതൊന്നും ഒരു മോശം കാര്യമല്ല. സാഹിത്യം എഴുതുന്നത് തന്നെ ഒരിക്കൽ പോലും അതൊരു മോശം കാര്യമല്ല. പുസ്തകങ്ങൾ വരുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും കഥകൾ വരുന്നതും എല്ലാം. ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രതിബദ്ധത എപ്പോഴും എൻ്റെ ചുറ്റുമുള്ള സമൂഹത്തോടും അതിലെ അന്തേവാസികളായിട്ടുള്ള മനുഷ്യരോടുമാണ്. അപ്പോൾ ഗാന്ധിമാർഗം എന്നുള്ള കഥ എഴുതുന്ന സമയത്ത് 2005 2006 മറ്റാണ് ഗാന്ധിമാർഗം വരുന്നത്. ഗാന്ധിമാർഗം എന്ന കഥ എഴുതുന്ന സമയത്ത് ഗാന്ധിജി തൻ്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ 2 സ്ത്രീകളോടൊപ്പം, വളരെ ചെറിയ 2 പെൺകുട്ടികളോടൊപ്പം ജീവിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അതിജീവിച്ച ഒരു കാലഘട്ടത്തെ പറ്റിയിട്ടൊക്കെ അദ്ദേഹത്തിന് ആത്മകഥയിലും മറ്റും പറയുന്നത്. അതിനെ പ്രമേയമാക്കിക്കൊണ്ടാണ് ഞാനെന്ന് ആ കഥ എഴുതുന്നത്. അപ്പോൾ അന്ന് ആ കഥ എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളത് ഇവിടുത്തെ സംഘപരിവാറിൻ്റെയോ RSSൻ്റെയോ ഒക്കെ എതിർപ്പുകൾ ഏറ്റുവാങ്ങി, എതിർപ്പുകൾ ക്ഷണിച്ച് വരുത്തി എൻ്റെ കഥയെയും എന്നെയും പ്രശസ്തനാക്കി കളയാം എന്നുള്ളതല്ല. അങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോകാൻ ഞാൻ ഒരിക്കലും അപ്പോഴും ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ആഗ്രഹിച്ചിട്ടില്ല. ആ കഥയൊട്ട് വിവാദമായിട്ടുമില്ല. ഞാൻ പറഞ്ഞു വന്നത് അത് നമ്മുടെ ഒരു ശ്രമമാണ്, ഇങ്ങനൊരു വായന. എന്തുകൊണ്ട് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ നടത്തിയിരുന്ന ഒരു പരീക്ഷണം, ആ 2 പെൺകുട്ടികളിലുണ്ടാക്കിയ മാനസിക പരിവർത്തനങ്ങൾ, അവരിലുണ്ടാക്കിയിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാവാം. അപ്പോൾ ഗാന്ധിജിയെ മാത്രം നമ്മൾ വായിച്ചാൽ മതിയോ? അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആഭയെയും മനുവിനെയും കൂടി നമ്മൾ വായിക്കണ്ടേ, അവരെയും മനസ്സിലാക്കണ്ടേ എന്നുള്ളൊരു അന്വേഷണമാണിത്. അതുതന്നെയാണ് ഇവിടെ തരങ്ങിണി സംഗീത സഭയിലേക്ക് വരുമ്പോഴും നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ സമീപകാലത്തുണ്ടായ നിഷ്ഠൂരമായ ഒരു കൊലപാതകം എങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യരിൽ എങ്ങനെയാണ് ആ ഒരു കൊലപാതകം ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആഘാതം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു അന്വേഷണമാണ് ഒരു ഗാനമേള ട്രൂപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ആ കഥ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ, നേരിട്ട് പറഞ്ഞവരും നേരിട്ട് പറയാതിരുന്നവരും സൂചിപ്പിച്ചു പോയവരുമൊക്കെ ഒരുപക്ഷെ എൻ്റെ കണ്ടെത്തലുകളെ അല്ലെങ്കിൽ എൻ്റെ നിഗമനങ്ങളെ ശരിവയ്ക്കുന്നുണ്ട്. അതാണ് എനിക്ക് അത്തരം പ്രമേയങ്ങൾ ഏറ്റെടുത്ത് വീണ്ടും എഴുതുന്നുള്ളൊരു ബലം തരുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് അവൻ്റെ നിലനിൽപ്പിനും അവൻ്റെ അതിജീവനത്തിനുമായിട്ട് അവൻ്റെ സഹജീവികൾ അതത് കാലത്ത് കണ്ടുപിടിക്കുന്ന മുന്നേറ്റങ്ങളോട് ചേർന്ന് പോകേണ്ടവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ എഴുത്ത് ഞാൻ കടലാസിൽ എഴുതി ശീലിച്ചിരുന്ന ഞാൻ ഇന്നിപ്പോൾ കമ്പ്യൂട്ടറിൽ എഴുതുന്നു. ഞാനിന്നിപ്പോൾ കടലാസ് ഒഴിവാക്കിയിരിക്കുന്നു. കൊറിയറിലും പോസ്റ്റിലുമൊക്കെ കഥകൾ അയച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്നിപ്പോൾ ഇമെയിലായിട്ട് അയക്കുന്നു. ഒരുപക്ഷെ നാളെ ഈ സംവിധാനം മാറി മറ്റൊരു പുതിയ സാങ്കേതിക വിദ്യ വന്നേക്കാം. അത് വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുകളെല്ലാം അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ബ്ലോഗ് തുടങ്ങി എൻ്റേതായ ചില ആശയങ്ങൾ, ചില തോന്നലുകളൊക്കെ പങ്കുവയ്ക്കാൻ അതിൽ തുടങ്ങിയപ്പോൾ ഒരിക്കലും ഞാനതിൽ കഥയോ നോവലൊന്നും ഇട്ടിരുന്നില്ല. പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലാവുന്നത്. സുസ്മേഷ് എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ കേരളത്തിലുണ്ടെന്നോ അല്ലെങ്കിൽ എഴുതുന്നുണ്ടെന്നോ അറിയാത്ത അനവധി ആളുകൾ ഈ ലോകത്തിന് പല ഭാഗത്തും ഉണ്ടെന്നുള്ളൊരു വലിയ സത്യം. അത് എൻ്റെ അഹങ്കാരത്തെ ഒരു വലിയ പരിധിവരെ ഇല്ലാതാക്കിയിട്ടുണ്ട്.
സോഷ്യൽ മീഡിയകളിലേക്ക് വന്നതിന് ശേഷം എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു പരിണാമം എൻ്റെ മനുഷ്യത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഞാനിതിനെ ഉൾക്കൊണ്ടതും ഇപ്പോൾ ഞാൻ പലയിടത്തായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്താണ്, മനുഷ്യൻ്റെ മനസ്സെന്താണ്, അവൻ്റെ ചിന്തകൾ എന്താണ്, എങ്ങനെയാണ് അവൻ മറ്റൊരാളെ കാണുന്നത്. ഇപ്പോൾ കരുണ എന്ന് പറയുന്നൊരു വികാരം, കാരുണ്യം, ഒരു സഹാനുഭൂതി, ദയ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യനാകുന്നത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ മനുഷ്യത്വം നിറഞ്ഞ ഈ തരത്തിലുള്ള വികാരങ്ങളെല്ലാം എടുത്തു മാറ്റി കളഞ്ഞാൽ അവൻ പിന്നെ ഒരു മനുഷ്യനല്ല, അവനൊരു മെഷീന് തുല്യമാണ്. ഈ മെഷീന് തുല്യമാകുന്ന തരത്തിലേക്ക് ആളുകളെ മാറ്റാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഇൻ്റർനെറ്റ്. ഗ്രഹാതുരത ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അതായത് എൻ്റെ അച്ഛൻ്റെ വീട് ഒരു സ്ഥലത്ത്, ഒരു ജില്ലയിലാണ്, അമ്മയുടെ വീടും കാര്യങ്ങളും വേറൊരു ജില്ലയിലാണ്, ഞാൻ ജനിച്ചു വളർന്നൊരു ജില്ലയിലാണ്, ഞാൻ പഠിച്ചത് വേറൊരു ജില്ലയിലാണ്, പിന്നെ ജോലി ചെയ്തത് വേറൊരു ജില്ലയിലാണ്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ജീവിതം കിടക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കാലത്തോടോ ഒരു സ്ഥലത്തോടോ എനിക്കങ്ങനെ ഒരു ഗ്രഹാതുരത്വം എൻ്റെ ഉള്ളിലില്ല വാസ്തവത്തിൽ. പിന്നെ അത്തരത്തിലുള്ള നമ്മുടെ സെൻറ്റിമെൻ്റൽ എന്ന് പറയുന്ന അവസ്ഥകളോട് കുറച്ചൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ കള്ളത്തരവാം, ഞാൻ തന്നെ ഒരു അങ്ങേയറ്റം ഒരു വികാരജീവി ആയതുകൊണ്ട് ആണോ അല്ലെ അങ്ങനെ ആയത് എനിക്കറിഞ്ഞൂടെ അതിനെക്കുറിച്ച്. പക്ഷേ എൻ്റെ രചനകളിൽ പലപ്പോഴും ഞാൻ എഴുതുന്ന സമയത്ത് എന്നെ സ്വാധീനിക്കുന്നത്, ഞാനൊരു ആത്മവിശകലനം നടത്തി തന്നെ പറയും, മിക്കവാറും അത് കത്തെഴുത്തും അല്ലെങ്കിൽ അക്ഷരങ്ങളുമായിട്ടുള്ളൊരു ബന്ധം തന്നെയാണ്. ഒരു ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഏറ്റവും ഇഷ്ടം നിറഞ്ഞ ഒരു സ്വകാര്യ ലോകം, ആ ലോകത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും, അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ പലപ്പോഴും എൻ്റെ കഥാപാത്രങ്ങൾ. അവരുടെ ലോകത്ത് ഉണ്ടാകുന്നത് പുസ്തകങ്ങളും അല്ലെങ്കിൽ അക്ഷരങ്ങളും എഴുത്തും അതിനോട് ഏറ്റവും താതാത്മ്യപ്പെടുന്ന ആരോ ഒരാളും. അപ്പോൾ അങ്ങനെ ഒരു സ്വകാര്യ സംഭാഷണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഏതൊരു കാലത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന ഏതൊരു കാലത്തുള്ള ഏതൊരു വ്യക്തിയുമായിട്ടുള്ള എൻ്റേതായ ചില ഏറ്റുപറച്ചിലുകളായിട്ടോ എൻ്റെ രചനകൾ മാറുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, അതിനപ്പുറത്തൊരു ഒരു ഒരു പ്രത്യേക ഒരു സമയം എന്നെ സ്വാധീനിക്കുന്നില്ല. 2000-ന് ശേഷമുള്ള മലയാളി എന്ന് പറയുന്നത് അതിന് മുൻപ് വരെ ജീവിച്ച മലയാളിയല്ല. അതാണ് എൻ്റെ രചനകളിലെല്ലാം തന്നെ പലപ്പോഴും പ്രമേയമായിട്ട് വരുന്നത്. ഇപ്പോൾ 90-നും 2000-നും ഇടയിലുള്ള ഒരു 10 കൊല്ലം ഞാൻ താണ്ടിയ ദൂരമാണ് എന്നെ എഴുത്തുകാരനാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോഴും ഒരു ശൈശവത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഇപ്പോഴും മനസ്സുകൊണ്ട്. എൻ്റെ പ്രകൃതത്തിൽ കുറ്റത്തിന് നഷ്ടപ്പെട്ടു പോരുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ആഗ്രഹങ്ങൾ മാത്രമാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നു, ഉത്തരവാദിത്വങ്ങൾ വരുന്നു, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനോനില മാറിപ്പോകും, എനിക്ക് മാറിപ്പോകുന്നുണ്ട്. എങ്കിലും ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും കുട്ടിത്വത്തെയാണ്. മാത്രവുമല്ല, ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഈ 2000-ന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയകളെല്ലാം സജീവമായതോടുകൂടി വാസ്തവത്തിൽ എല്ലാവരും അങ്ങ് മുതിർന്നു പോവുക. ചുറ്റിനും നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. കുട്ടികളൊക്കെ അങ്ങോട്ട് വളരെ ഗൗരവക്കാരായിട്ട് മാറുന്നു. അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് ഇടപെടാൻ വയ്യാത്ത വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ മുതിർന്നവരെ തട്ടിയിട്ട് നടക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ മാറിപ്പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കത്രത്തോളം എൻ്റെ കുട്ടിത്വത്തിലേക്കും എൻ്റെ അങ്ങനെ മനസ്സിൻ്റെ ഒരു നൈർമല്യം എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിലേക്കും തിരിച്ചു പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടുപിടിക്കുന്നതും ഈ കുട്ടികളോടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളെയാണ്. ഞാൻ കുട്ടികളുടെ കൂടെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കിട്ടുന്ന കാര്യം അവരുടെ നിരീക്ഷണം, അവരുടെ ഭാഷ, അതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത വിധത്തിൽ നമുക്ക് അറിവുകൾ തരും. എൻ്റെ മകൾ ഒളിച്ചോടും മുമ്പ് എന്നുള്ള കഥ ഞാൻ എഴുതിയതിന് ശേഷം ആ കഥ വായിച്ചിട്ട് എന്നെ വിളിച്ച ആളുകൾ, മിക്കവാറും ആളുകളുടെ ആദ്യത്തെ ചോദ്യം എനിക്ക് എത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എത്ര വയസ്സായി, എനിക്കുള്ളത് മകളാണോ എന്നുള്ള ചോദ്യമാണ്. എനിക്ക് കുട്ടികളില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ആ ചോദ്യം ചോദിച്ച പലർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് അത്രത്തോളം തന്മയത്വത്തോടു കൂടി എനിക്കത് എഴുതാൻ സാധിച്ചത് ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ ആ ഒരു അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു മകനോ അല്ലെങ്കിൽ ഒരു മകളോ ഉള്ളതുകൊണ്ടായിരിക്കാം. കുട്ടികളുമായിട്ട് അത്രയും ഇടപെടുക്കാൻ കഴിയുന്നതുകൊണ്ടായിരിക്കാം. സാഹിത്യത്തിൽ എന്നെ ഒരു പ്രസ്ഥാനവും സ്വാധീനിച്ചിട്ടില്ല. അത് സ്വാധീനിക്കാൻ ഞാൻ എന്നെ സമ്മതിക്കുകയില്ല. കാരണം നമ്മൾ എഴുതുന്നത് നമ്മുടെ തൃപ്തിക്കനുസരിച്ചിട്ടാണ്, അല്ല മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടല്ല നമ്മൾ സാഹിത്യരചന നടത്തുന്നത്. ഒരു പരിധി വരെ എന്നല്ല, വായനക്കാർക്ക് വേണ്ടി പോലുമല്ല. അപ്പം നമ്മൾക്ക് എഴുതാനുള്ള പ്രമേയങ്ങളെ നമുക്ക് അതെങ്ങനെ എത്രത്തോളം സത്യസന്ധമായിട്ട് പറയാം എന്ന് മാത്രമേ ഞാൻ അതിനകത്ത് നോക്കുന്നുള്ളൂ, വേറൊരു തരത്തിലുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാലത്തിൻ്റെയോ ഒരു കാലഘട്ടത്തിൻ്റെയോ പ്രസ്ഥാനങ്ങളുടെയോ ഒന്നും സ്വാധീനമില്ല. ഒരു എഴുത്തുകാരൻ്റെ പോലും സ്വാധീനം എൻ്റെ രചനകളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ നഗരങ്ങളെന്ന് പറയുന്നത് നമുക്ക് അറിയാം. ഇന്നിപ്പോൾ എന്താ കേരളത്തിൽ ഇത് ഞാൻ തന്നെ എവിടെയോ എഴുതിയിട്ടുണ്ട്. കേരളം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒരു വലിയൊരു കോർപ്പറേഷനായിട്ട് മാറിയേക്കാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു ഒറ്റ നഗരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്ര ചെറിയൊരു സംസ്ഥാനമാണിത്. എൻ്റെ കഥകൾ ഗ്രാമങ്ങളിൽ നടക്കുന്ന വളരെ കുറവാണ്.
മിക്കവാറും നടക്കുന്നത് നഗരങ്ങളിലാണ്. മിക്കവാറും കഥകളിലെ പ്രമേയങ്ങൾ ഫ്ലാറ്റുകളിലും വീടുകളിലും കാറുകളിലും ഒക്കെ ആയിട്ടാണ്. അത് അങ്ങനെ അല്ലാതാവാൻ പറ്റില്ല. ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം പത്മരാജനും ഭരതനും കൂടി ചെയ്ത സിനിമയാണ് തകര. അപ്പോൾ തകര എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് കേരളത്തിൽ സാധ്യമാകുമായിരുന്നു, ഒരു പ്രമേയം. പക്ഷെ ഇന്നത് സാധ്യമല്ല. നമുക്കിന്ന് അങ്ങനെ ഒരു പ്രമേയത്തെ നമുക്കിന്ന് കേരളത്തിൽ നമുക്ക് സാഹിത്യത്തിലും സാധിക്കില്ല, സിനിമയിലും സാധിക്കില്ല കൊണ്ടുവരാൻ. അതിൻ്റെ കാര്യം ഇതാണ്, ആ ജീവിതാവസ്ഥ മാറിപ്പോയി. മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, എഴുത്തിലേറ്റവും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും സ്വകാര്യത കിട്ടുന്നത് ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴാണെന്ന്. ഞാനും ഏറെക്കുറെ അനുഭവക്കാരനാണ്. എനിക്കൊരു നഗരം തരുന്ന അത്ര സുരക്ഷിതത്വം, ഒരു വലിയ നഗരം തരുന്ന അത്രയും സ്വകാര്യത എനിക്ക് ഒരു ഗ്രാമപ്രദേശത്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗ്രാമത്തിൽ പോയി ജീവിക്കാനും സാധിക്കില്ല.